ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരക്കുരിശിനെ യഹൂദജനം ശപിക്കപ്പെട്ട അടയാളമായാണ് കണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട് യേശു ഫലം നൽകാത്ത അത്യവൃക്ഷത്തെ ശപിക്കുന്നത്. വാമൊഴിയായി പറഞ്ഞുകെട്ടിയതാണ്. ഈ അത്യവൃക്ഷം യേശുവിന്റെ ശാപം നിമിത്തം ഉണങ്ങിപ്പോവുകയും പിന്നീട് ലോകരക്ഷകനായ യേശുവിന്റെ തോളോട് തോൾ ചേർന്ന് കാൽവരി മല കയറി ലോകത്തിന് മുഴുവൻ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശായത്. ഈ ലോകത്തിലെ സർവ്വ സൃഷ്ടികളും ദൈവത്തിന്റെ മഹത്വം വിളിച്ചോന്നുന്നതാണ്. ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞ് 100 മേനി വിളവ് നൽകുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളൊന്നും ഫലം നൽകാതെ ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയിട്ടില്ല. ദൈവത്തിന്റെ സൃഷ്ടികളിൽ അവിടുന്ന് സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച നമ്മളാണ് ഏറ്റവും മഹത്തരമായത്. നമ്മിലും ദൈവം ഫലം നൽകാനുള്ള കഴിവുകളെ നിക്ഷേപിച്ചിട്ടുണ്ട്. അവ കണ്ടെത്തി ദൈവത്തിനും മനുഷ്യർക്കും നന്മയുണ്ടാകുവാൻ വിനിയോഗിക്കുക. വിശുദ്ധ മരക്കുരിശിനെ ധ്യാനിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. യേശുവിനെ കാണാൻ വന്ന ജ്ഞാനികൾ തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചയായി സമർപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് ദൈവം തന്ന കഴിവുകളെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കണം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശിലൂടെയാണ് രക്ഷ. ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവം തന്ന കഴിവുകളും അനുഗ്രഹങ്ങളും താലന്തുകളെ പോലെ മണ്ണിൽ കുഴിച്ചിടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ തനിക്ക് ലഭിച്ച ശാപത്തെ പഴിക്കാതെ ക്രിസ്തുവിന്റെ തോളിൽ കയറി രക്ഷയുടെ അടയാളമായി മാറിയ അത്യവൃക്ഷമാകാനോ? ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.